കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരവും കിട്ടുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾ തീരുന്നുമില്ല, അല്ലേ? എന്തു വേണ്ടു, ജീവിതത്തിൽ മൊത്തത്തിൽ സമാധാനക്കേടാണ്. ചെറിയൊരു സിമ്പിളായൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് പ്രതിസന്ധിക്ക് നടുവിൽ നിന്നാണെങ്കിലും, കുറ്റപ്പെടുത്തലോ ഒറ്റപ്പെടുത്തലോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ വന്നാലും നിങ്ങളുടെ മുഖത്തെ സന്തോഷം മായാതെ, നിങ്ങളുടെ മനസ്സിലെ സമാധാനം മായാതെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർത്താവിൽ വിശ്വസിക്കാം. കാരണം കർത്താവ് നിങ്ങളുടെ മുൻപിൽ നിന്ന് നിങ്ങളെ നയിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ കേൾക്കുമ്പോഴും ദുഃഖവും ദുരിതങ്ങളും രോഗങ്ങളും കുമിഞ്ഞുകൂടുമ്പോഴും നിങ്ങൾക്കൊരു സമാധാനവും ഇല്ലാതെ അവിടെ ഇവിടെയെല്ലാം ഓടി നടന്ന് ധ്യാനകേന്ദ്രങ്ങളിലും എവിടെ പോകണമെന്ന് അറിയാതെ പരിഭ്രമിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ സമാധാനം നഷ്ടപ്പെട്ട് എപ്പോഴും എനിക്കൊരു സമാധാനമില്ല, കുടുംബത്തിനകത്തൊരു സമാധാനമില്ല, കുടുംബത്തിന് പുറത്തൊരു സമാധാനമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് പിറകിലാണ് ദൈവം നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന ഈ ഒരു വിഷയമാണ് ദൈവം നമ്മുടെ മുൻപിലും ദൈവം നമ്മുടെ പിറകിലും നിന്നാലുള്ള ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ 2 ദിവസം മുന്നേ ഞാൻ ഒരു ടോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ പല ആളുകളും കേട്ടിട്ടുണ്ടാവണം. ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ആശുപത്രിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഹസ്ബൻഡും മാത്രമാണ് താമസിക്കുന്നത്. ആരും സഹായത്തിനായിട്ട് ഇല്ല. കാരണം ഞാൻ അങ്ങനെ ആരെയും സഹായത്തിനായിട്ട് വിളിക്കാറില്ല. പരമാവധി ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ദൈവം തമ്പുരാൻ അതിനുള്ള ശക്തിയും കരുത്തും തന്നിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഈശോയോട് തന്നെയാണ്, പരിശുദ്ധ അമ്മയോടും ഈശോയോടും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്ന് രാവിലെ ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യമായിട്ട് സ്കാനിങ്ങിനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ വലിയൊരു പ്രത്യാശയും പ്രതീക്ഷയും കൂടിയായിരുന്നു ആ ഒരു ദിവസം എന്നുള്ളത്. അന്ന് എൻ്റെ ഫസ്റ്റ് സ്കാനിങ് ആയിരുന്നു, പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സ്കാനിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പരിശുദ്ധ അമ്മയുടെ അരികിലിരുന്ന് ഒരുപാട് നേരം പരിശുദ്ധ അമ്മയോട് സംസാരിച്ച് എൻ്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തുറന്നു പറഞ്ഞ് അമ്മയോട് ഞാനിങ്ങനെ രാവിലെ എനിക്ക് ഇവിടെ നിന്ന് 8 മണിയാകുമ്പോൾ പോകണം. അപ്പം ഞാൻ പോണ കാര്യം അമ്മയോട് പറയുകയാണ്. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, എൻ്റെ കൂടെ ആരുമില്ല, തനിച്ചാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് കൂട്ടിനായിട്ട് അമ്മ എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്നിങ്ങനെ പറയുന്ന സമയത്ത് പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ മനസ്സിലേക്ക് 1-2 വചനങ്ങൾ പെട്ടെന്ന് കടന്നു വന്നു. ആ വചനങ്ങളിൽ ആദ്യത്തെ വചനം ഞാൻ പറയാം. നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്നതായിരുന്നു ആദ്യത്തെ വചനം. ഞാൻ ഈ വീട്ടിൽ നിന്നും എന്താ പറയുക, വളരെ വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി ആ സമയത്തൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക്. കാരണം നമുക്ക് നമ്മുടെ തമ്പുരാൻ കൂടെ ഉണ്ട് എന്ന വലിയൊരു വിശ്വാസമാണ് നമ്മളെ നയിക്കുന്നത്. മറ്റാരും ഇല്ലെങ്കിലും നമുക്കെല്ലാം തനിച്ച് ചെയ്യാനായിട്ട് പറ്റും. അന്ന് ഞാൻ ഇവിടെ നിന്നും തനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇവിടെ നിന്ന് ബസ്സിന് കയറിയ സമയത്ത് ആ ബസ്സിൽ ഈശോയുടെ മാതാവിൻ്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് എൻ്റെ കണ്ണിൽ ഈ ഫോട്ടോ ഉടക്കിയത്. അപ്പോൾ എനിക്ക് ഈ വചനം ഓർമ്മ വന്നു. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ, നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് മാതാവ് പറഞ്ഞ കാര്യം. ഞാൻ 2 ബസ് എനിക്ക് കയറണം. അങ്ങനെ കുറച്ചിടെ ചെന്നിട്ട് പിന്നെയും ഞാൻ അടുത്ത ബസ്സിൽ കയറിയപ്പോൾ അതേ കാഴ്ച തന്നെ ഞാൻ കാണുകയാണ്. അവിടെ ഈശോയുടെ രൂപം വെച്ചിരിക്കുന്നു, ഫോട്ടോ വെച്ചിരിക്കുന്നു, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും. അവിടെ നിന്നും ഞാൻ സ്കാൻ ചെയ്യാനായിട്ട് പോയി. സ്കാൻ ചെയ്യാനായിട്ട് കയറി അവിടെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്
അവിടെ താണ്ടിയിരിക്കുന്നു ഈശോയുടെ വലിയൊരു ഫോട്ടോ ഇരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഈശോയോട് നന്ദി പറഞ്ഞ് സ്കാൻ റിപ്പോർട്ടും കിട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടറെ കണ്ട് തിരിച്ച് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ അവിടെ അതേപോലെ തന്നെ ബസ്സിൽ ഈശോയുടെ ഫോട്ടോ. പിന്നെയും ഞാൻ ബസ് ഇറങ്ങി രണ്ടാമത്തെ ബസ്സിൽ കയറി, കിടക്കണു അവിടെയും ഈശോയുടെ ഫോട്ടോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് വീടെത്തുന്നോടം വരെ ദൈവം കാവൽ തന്നെ ഉണ്ടായിരുന്നു. അതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവം ഓരോ അടയാളങ്ങൾ തരും. ഇതാണ് ദൈവം നമ്മെ മുന്നിൽ നിന്നും നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതെത്ര പേര് വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരടയാളം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഞാൻ മറ്റൊന്നും ദൈവത്തോട് ആവശ്യപ്പെടാറില്ലാത്ത ഒരാളാണ്. കർത്താവിൻ്റെ സഹായം ഞാൻ എപ്പോഴും അപേക്ഷിക്കാറുണ്ട്, കിട്ടാറുമുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ പിറകിലാണ് ദൈവം നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ട ദൈവമക്കളെ മാറാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളിപ്പോൾ ദൈവത്തെ പുറകിലാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ, സമാധാനമില്ലായ്മ എവിടെയൊക്കെ നിങ്ങൾ തൊടുന്നോ അവിടെയെല്ലാം തകർച്ച, കഷ്ടപ്പാട്, ദാരിദ്ര്യം, തുടരെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുടുംബകലഹങ്ങൾ, ഇതൊക്കെ ഉണ്ടാവാൻ കാരണം നിങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്നത് മറ്റൊരു ശക്തിയാണ്, ദൈവമല്ല. ദൈവം നിങ്ങളുടെ പിറകിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കുക. ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, എത്രയും പെട്ടെന്ന് എവിടെയാണോ നിങ്ങൾക്ക് തെറ്റുപറ്റിയത് ആ ഭാഗത്തെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. പ്രാർത്ഥന ശരിയല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ആ ഒരു ഭക്തിയും വളരെയധികം കൂടുതൽ നിങ്ങൾക്കുണ്ടായിരിക്കണം. വിശുദ്ധ കുർബാനയും അതോടൊപ്പം തന്നെ കുമ്പസാരവും എപ്പോഴും ഉണ്ടായിരിക്കുക, ഉപവസിക്കുക. അങ്ങനെ നമ്മുടെ വിശുദ്ധി എവിടെയാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അത് നിങ്ങൾ തിരിച്ചു പിടിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ദൈവത്തിനാണോ എന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങൾ ആദ്യത്തെ സ്ഥാനം കർത്താവിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും എനിക്കെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുന്നത്. ദൈവത്തെ പുറകിൽ നിർത്തിയിട്ട് മറ്റാരെങ്കിലും നിങ്ങൾ മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ദൈവം മുൻപോട്ട് വരത്തില്ല. കാരണം പിശാജ് ഒരു ശരീരത്തെ ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ അതിന് കാരണം നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ പിശാജിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സാത്താൻ്റെ ആധിപത്യത്തിലാണ് നമ്മൾ കഴിയുന്നത്. അതേസമയം ദൈവം നമ്മളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും ദൈവത്തിന് അത് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവത്തിനെല്ലാം സാധ്യമല്ലേ എന്ന്. തീർച്ചയായിട്ടും സാധ്യമാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിനൊരു അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ? സാത്താൻ വിലപേശി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അനുവാദത്തോടു കൂടി സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കാൻ നമ്മൾ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം അവിടെ ഇടപെടില്ല. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് അധികാരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സാത്താൻ ഒരിക്കലും അവൻ്റെ മേലോ അവൻ്റെ ആത്മാവിൻ്റെ മേലോ അധികാരമില്ല. നേരെ മറിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ദൈവത്തിന് ഒരിക്കലും അധികാരമില്ല. എന്നാൽ അതേ വ്യക്തി ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മദ്യപാനത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു പൈശാചിക മേഖല, ഒരു ബന്ധനത്തിൻ്റെ മേഖലയാണ്. അവൻ്റെ പുറകിൽ സാത്താൻ നിൽക്കുന്നു, അവൻ്റെ മുമ്പിലും സാത്താൻ നിൽക്കുന്നു. എന്നാൽ ദൈവത്തിന് അവനെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സാത്താൻ പറയുന്നു, ഇവൻ എൻ്റെ ആളാണ്, ഇവൻ എന്നെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതേസമയം ഈ മദ്യപിക്കുന്ന അല്ലെങ്കിൽ ഈ മദ്യപാനിയായ ഈ വ്യക്തി ചിന്തിക്കുകയാണ്, എനിക്കിത് വേണ്ട, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിനെ സ്നേഹിക്കണമെന്നും ദൈവത്തിലേക്ക് തിരിച്ചു വരണമെന്നും ഈ വ്യക്തി ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അവിടെ പ്രവർത്തിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. കാരണം അവരുടെ മനസ്സിൽ, ആ പാപിയുടെ മനസ്സിൽ, തെറ്റ് ചെയ്ത ആളുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിന് ഇടപെടാൻ സാധിക്കും. അതേസമയം ആ വ്യക്തി ഒരിക്കലും മാറില്ല, നശിച്ച് തന്നെ ജീവിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ദൈവം തമ്പുരാൻ ഒരിക്കലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടില്ല.
അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം അത് സാത്താൻ്റെ അധികാര മേഖലയിൽ ദൈവം ഒരിക്കലും കൈവെക്കത്തില്ല. പ്രിയത്തിലോട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ദൈവമാണോ അതോ സാത്താനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ആ ഭാഗത്തെ നിങ്ങൾ ക്ലിയർ ചെയ്യുക, എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ദൈവസാന്നിധ്യം ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. പലരും നമ്മുടെ സുവിശേഷം പറയുന്നവരോട് വളരെ പുച്ഛവും വെറുപ്പും ഒക്കെ കാണിക്കുന്നു. ഒരുപാട് ദൈവമക്കളുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, നിയമം പാലിക്കുന്നതൊന്നും തെറ്റായ കാര്യമല്ല. കാരണം നമ്മൾ അതിലൂടെ പഠിക്കുന്നത് സത്യത്തെ തിരിച്ചറിയുവാനും സത്യം പ്രവർത്തിക്കുക, നന്മ ചെയ്യുക, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൽ എവിടെയാണ് തെറ്റിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന തിന്മയെ നമ്മൾ എടുത്തു മാറ്റുന്നതിൽ എവിടെയാണ് തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. എന്നാൽ അധികമായ അമൃതം വിഷമാണെന്ന് പറയുന്നത് പോലെ ദൈവത്തിനോടുള്ള ആരാധന മൂത്ത് അത് വലിയൊരു ഭ്രാന്തായിട്ട് മാറാതെ സൂക്ഷിച്ചു കൊള്ളുക. ഒരിക്കലും അങ്ങനെ പാടില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഭ്രാന്തുണ്ട്. അതിനകത്ത് മറ്റുള്ളവരെയും കൂടി ഇൻവോൾവ് ചെയ്യുമെന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ അതൊരു പൈശാചിക മേഖലയാണ്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ആത്മീയമായിട്ടുള്ള മേഖലയാണ് ഈശോയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ദൈവം പുറകെ നിൽക്കുന്ന ദൈവമക്കൾ ആ ഭാഗം ക്ലിയർ ചെയ്ത് ദൈവത്തെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാരണം ദൈവം നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനം ധാരാളമുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. ശ്രദ്ധിക്കുക, ആത്മശോധന ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.